നമസ്കാരം, ഞാൻ ഉന്മേഷ് വിരാമൻ. വാർത്താസന്ധിയിലേക്ക് വിശദമായി. നോവായ് ധരാലി. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ കുടുങ്ങിയ 28 മലയാളികളും സുരക്ഷിതർ. ഗംഗോത്രിക്ക് സമീപം കുടുങ്ങിയവരെ ITBP ക്യാമ്പിലേക്ക് മാറ്റി. മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇടപെടലുകൾ സജീവമായത്. ചാർധാം തീർത്ഥാടനത്തിന് പോയ 28 മലയാളികളാണ് ഗംഗോത്രിക്ക് സമീപം കുടുങ്ങിയത്. എന്നാൽ ഇന്നലെ മുതൽ ഇവരുമായി ആശയവിനിമയം നടത്താൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഇക്കാര്യത്തിലെ ആശങ്ക 24മായി കുടുംബാംഗങ്ങൾ പങ്കുവച്ചിരുന്നു. ഗംഗോത്രിക്ക് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഓൺ ദ വേ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പിന്നീട് 8:30 കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഒരു രക്ഷയില്ല. ഉത്തരാഖണ്ഡ് മലയാളി സമാജവും ഉത്തരകാശി ജില്ലാ ഭരണകൂടവുമായി ഇടപെടലുകൾ നടത്തി. 28 പേരും സുരക്ഷിതരെന്ന് ഉച്ചയോടെ വിവരം. ബേരോഘാട്ടി ITBP ക്യാമ്പിലേക്ക് ഇവരെ മാറ്റി. ഇതുവരെ അവര് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് 5 ബസ്സുകളോളം പിടിച്ചു ഒരിടത്ത് നിർത്തിയിട്ടുണ്ട്. അവരപ്പോൾ അതിനകത്ത് തന്നെയുണ്ട്. സുരക്ഷിതരാണെന്ന് കുടുങ്ങിയവർ ബന്ധുക്കളെ അറിയിച്ചു. എല്ലാവരോടും എല്ലാവരും വിളിച്ചു ഞങ്ങളിവിടെ സേഫ് ആണ്, ഞങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല, റൂമും ഭക്ഷണവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ നെറ്റ്വർക്ക് ഒന്നുമില്ല, എല്ലാം ഇവിടുത്തെ ടവർ പോയത് കാരണം കൊണ്ട് ആരെയും വിളിക്കാനോ പറ്റില്ല. 28 പേരിൽ 8 പേർ കേരളത്തിൽ നിന്ന് പോയവരാണ്. 20 പേർ മുംബൈയിൽ താമസമാക്കിയവരും. 24 കൊച്ചി. കനത്ത നാശനഷ്ടങ്ങളുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 9 സൈനികർ ഉൾപ്പെടെ 130 പേരെയാണ് ധരാലി ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. 5 പേർ മരിച്ചെന്ന് സ്ഥിരീകരണം. സംസ്ഥാന മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരന്തമേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തി. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും നാശം വിതച്ച ധരാലിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. SDRF, NDRF, കരസേന, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ഡോക്ടേഴ്സിന്റെ പ്രത്യേക സംഘം പ്രശ്നബാധിത മേഖലകളിൽ എത്തി. വ്യോമമാർഗം ധരാലിയിലെത്തിയ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിലെ അവസ്ഥ मुख्यमंत्री प्रधानमंत्री नरेंद्र मोदी धरिपिച്ചു. सभी एजेंसियां हमारी यहाँ पर काम कर रही है, सेना के लोग भी काम कर रहे हैं. रास्ते में चूँकि काफ़ी ज़्यादा मौसम खराब होने के कारण से अनेक स्थानों पर मार्गों का जो संपर्क है वो कट गया है. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സേന ധരാലിയിലെത്തും. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങളും ഊർജിതമാക്കി. ഡെറാഡൂണിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ദുരന്ത നിവാരണ കേന്ദ്രങ്ങൾ തുറന്നു. ഹരിദ്വാർ ഉൾപ്പെടെ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. അതേസമയം ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിക്കിടന്ന 413 തീർത്ഥാടകരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. കനത്ത മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനത്തെ അതിഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ദേശീയപാത പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കുണ്ടിസോറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ദുരന്തമുണ്ടായ ഉത്തരകാശിയിലെ ധരാലിയിലേക്കുള്ള പാതയിൽ പലയിടത്തും മണ്ണിടിച്ചിൽ. രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത മേഖലയിൽ എത്തുന്നതിന് ഇത് തടസ്സമാകുന്നുണ്ട്. ദുരന്തമുണ്ടായ ധരാലിയിലേക്കുള്ള പാതയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദുരന്ത മേഖലയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് റോഡ് മാർഗം പോലും എത്താൻ സാഹചര്യമില്ല. റോഡുകൾ പലയിടത്തും തകർന്നതിനാൽ തന്നെ രക്ഷാപ്രവർത്തകർ, NDRF, ഒപ്പം തന്നെ SDRF പ്രവർത്തകർ ഇപ്പോൾ വായുമാർഗമാണ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ബട്ട്വാടിയിലാണ്. ഈ ബട്ട്വാടിയിൽ വെച്ച് റോഡ് 3 ഇടങ്ങളിലാണ് തകർന്നു പോയിരിക്കുന്നത്. പാലവും തകർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരെ ഇപ്പോൾ ഹെലികോപ്റ്റർ മാർഗം ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കുകയാണ്. മറ്റൊരു വെല്ലുവിളി, പ്രദേശത്ത് മൊബൈൽ ടവറുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ആശയവിനിമയവും ഇവിടെ നിന്നും
സാധ്യമല്ലാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് ഫോണുകളുമായാണ് ഈ ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ ഇവിടെ നിന്നും യാത്ര തിരിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്നുള്ള യഥാർത്ഥ സാഹചര്യം എന്ത് എന്നുള്ളത് ജനങ്ങളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഡെറാഡൂൺ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. അവിടേക്ക് അറിയിക്കുകയും കൂടുതൽ ആവശ്യമായ മറ്റു സാധനങ്ങൾ അവിടേക്ക് വേണ്ടവ അടുത്ത ഹെലികോപ്റ്ററിൽ കയറ്റി അയക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡ് മാർഗം യാത്ര ചെയ്ത് എത്താൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഹെലികോപ്റ്റർ മാർഗം ഈ രക്ഷാപ്രവർത്തകരെ ഇവിടേക്ക് എയർലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട്വാടിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ചേർത്തലിലെ ദുരൂഹ തിരോധാന കേസുകളിൽ സെബാസ്റ്റ്യന്റെ മുൻ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ റഡാർ പരിശോധന നടത്തി ക്രൈംബ്രാഞ്ച്. സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയില്ലെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുനിൽ രാജ് പറഞ്ഞു. ലഭിച്ച തെളിവുകൾ വെച്ച് നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ഇല്ല, അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്തിനാണ് കസ്റ്റഡിയിൽ? ഇല്ല, പരിശോധിക്കേണ്ട കാരണം ഇത് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള സംശയത്തിൽ മുമ്പ് ഇവിടെ സെബാസ്റ്റ്യൻ ഇവിടെ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഇവിടെ പരിശോധിച്ചെന്നുള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും ഇത് ഐഷയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ സെർച്ച് നടത്തിയിരിക്കുന്നത്. ഇല്ല, ബിന്ദു പത്മനാഭന്റെ കേസുമായിട്ട് ഇതിൽ യാതൊരു ബന്ധവുമില്ല. അത് ബിന്ദു പത്മനാഭന് ഈ സെബാസ്റ്റ്യന് ഈ റോസമ്മയ്ക്ക് അറിയാവുന്ന രീതി ഉണ്ട് എന്നുള്ള ഒരർത്ഥത്തിൽ മാത്രമാണ് നമ്മളിവിടെ പരിശോധന നടത്തിയത്. ഇതിനു മുമ്പും നമ്മളിവിടെ വന്ന് ചോദ്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്. സെബാസ്റ്റ്യന്റെ വീടിന്റെ അടുപ്പിൽ നിന്ന് കത്തിക്കരിഞ്ഞ ലേഡീസ് വാച്ചിന്റെ സ്ട്രാപ്പ് ലഭിച്ചു. മറ്റൊരിടത്ത് കൂടി റഡാർ പരിശോധന നടത്താനായി അന്വേഷണ സംഘം പുറപ്പെട്ടു. അശ്വിൻ പാലാഴിയുണ്ട് ചേർത്തലയിൽ നിന്ന്. അശ്വിൻ, ഇന്നത്തെ അന്വേഷണത്തിലെ പുരോഗതികൾ എന്തൊക്കെയാണ് അശ്വിൻ? നിർണായകമായ പല കാര്യങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഈ റോസമ്മയുടെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പായിരുന്നു പ്രധാനം. അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ ആവശ്യമായ കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. എന്തായാലും ഇപ്പോൾ മറ്റൊരു തെളിവെടുപ്പ് കാര്യങ്ങളിലേക്ക് കൂടി ഇത് അന്വേഷണ സംഘം പോവുകയാണ്. അത് ഈ സിന്ധു തിരോധാന കേസ്, അതായത് ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയ സിന്ധു തിരോധാന കേസുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ സിന്ധുവിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഈ റഡാർ ടീം പരിശോധനയ്ക്കായി പോകുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സാന്നിധ്യമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതിനാണ്ട് ഈ തിരുവിഴ റെയിൽവേ ക്രോസിന് സമീപമാണ് സിന്ധുവിൻ്റെ വീടുള്ളത്. അത് അവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നുള്ള ഒരു റഡാർ വെച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. അത് നിർണായകമാണ്. ഇതുവരെ സെബാസ്റ്റ്യൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ കാര്യങ്ങളിലേക്ക് പോയിരുന്നില്ല. അത് ഇപ്പോൾ ഇതാ ഈ സിന്ധുവിൻ്റെ വീട്ടിലേക്ക് കൂടി പരിശോധനാ സംഘം കേന്ദ്രീകരിക്കുകയാണ്. എന്തായാലും അവിടെ എന്തെങ്കിലും നിർണായകമായി കിട്ടുമോ എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. അശ്വിൻ പാലാഴിയാണ് ഇപ്പോൾ ചേർത്തലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ പ്രഭാത സവാരിക്കിടെ വൃദ്ധൻ വാഹനമിടിച്ച് മരിച്ച സംഭവത്തിൽ വാഹനവും ഡ്രൈവറും പോലീസ് കസ്റ്റഡിയിൽ. പത്തനംതിട്ട സ്വദേശി എബ്രഹാമിനെയാണ് ആലുവ പോലീസ് പിടികൂടിയത്. ഇന്നലെ രാവിലെയാണ് ആലുവ സ്വദേശി ബോബി ജോർജിനെ ഇടിച്ചിട്ട ശേഷം വാഹനം നിർത്താതെ പോയത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതായിരുന്നുവല്ലോ. ഇപ്പോൾ ആ വ്യക്തി പിടിയിലായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ്, ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. നടക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. സോബി ജോർജിനെ വാഹനം ഇടിച്ചിട്ട ശേഷം വാഹനം ഒരു കൂസലിലുമില്ലാതെ നിർത്താതെ പോവുകയായിരുന്നു. പിന്നാലെ പോലീസ് CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വാഹനം തിരിച്ചറിയുകയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തത്. പത്തനംതിട്ട സ്വദേശി എബ്രഹാമിന്റേതാണ് ഈ വാഹനമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഈ അലക്ഷ്യമായ ഡ്രൈവിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരിക്കും ഇയാൾക്കെതിരെ കേസെടുക്കുക. ഉന്മേഷ്, ശരി. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടിയായി പാലിയക്കര ടോൾ പിരിവ് നിർത്തിവെച്ച് ഹൈക്കോടതി. 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് തടഞ്ഞത്. പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് ദേശീയപാതയിൽ ജനങ്ങളെ വലച്ച വൻ ഗതാഗത കുരുക്കിലാണ് നിർണായക നടപടി. വലിയ പ്രതിഷേധത്തിനും നിയമപോരാട്ടത്തിനും ഒടുവിലാണ് പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്താനുള്ള ഹൈക്കോടതി ഉത്തരവ്. പുതുക്കാട്, പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര തുടങ്ങിയ 5 ഇടങ്ങളിൽ അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. പലകുറി ഹൈക്കോടതി ഉൾപ്പെടെ വടിയെടുത്തു, സമയം അനുവദിച്ചു, പ്രശ്നപരിഹാരമായില്ല. ഇതോടെയാണ് 4 ആഴ്ച ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് കോടതി കടന്നത്. ഹൈക്കോടതി വിധി ജനങ്ങളുടെ വിജയമെന്ന് ഹർജിക്കാരൻ ഷാജി കോടൻ കണ്ടത്ത്.
വലിയ സന്തോഷമുണ്ട്. ഇത് ഒരു ജനങ്ങളുടെ വിധിയാണ്. ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിലുണ്ടായ ബുദ്ധിമുട്ട് ഒരുപാടാണ്. ഈ ടോള് പിരിച്ചിട്ട് നമ്മൾ പഞ്ചായത്ത് റോഡിലൂടെയും സ്റ്റേറ്റ് ഹൈവേയിലൂടെയും ഡൈവേർട്ട് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമുള്ള കാര്യമാണ്. കോടതി സാധാരണക്കാരെ കൂടെയാണെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വിധി. പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിഞ്ഞില്ലെന്നും പറഞ്ഞ നടപടികൾ സ്വീകരിക്കാതെ ടോൾ പിരിവ് തുടർന്നെന്നും കോടതി വിമർശിച്ചു. ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ ടോൾ പിരിവ് നിർത്തി. നടപടിയിൽ യാത്രക്കാർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഇപ്പോൾ 2 ആഴ്ചക്ക് അങ്ങോട്ടല്ലേ പറഞ്ഞു, 4 ആഴ്ച. റോഡ് നന്നായാൽ മതി, അത്രേ പറയാനുള്ളൂ. നല്ല കാര്യമാണ്, വണ്ടികൾക്ക് വേഗം പോവാലോ, സന്തോഷമായ കാരണം വെറുതെ നല്ല കാര്യമാണത്. ഞങ്ങൾക്കിപ്പോൾ എറണാകുളത്ത് നിന്ന് വരിക, ചില ദിവസങ്ങളിൽ മണിക്കൂർ കണക്കിന് ബ്ലോക്ക് വിട്ടിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഇവിടെ ടോളും കൊടുക്കണം, റോഡും ഇല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. 24 തൃശൂർ. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ കണ്ണൂർ സർവകലാശാലയിൽ വൻ സംഘർഷം. SFI UDSF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. തെരഞ്ഞെടുപ്പിൽ SFI വൻ വിജയം നേടി. തെരഞ്ഞെടുപ്പ് നടപടി തുടങ്ങും മുമ്പേ സർവകലാശാല സംഘർഷഭരിതം. കാസർഗോഡ് നിന്നുള്ള MSF UECയെ SFI പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയെന്നും ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചെന്നും UDSF. MSF കള്ളവോട്ടിന് ശ്രമിച്ചെന്ന് SFIയും ആരോപിച്ചു. സംഘർഷത്തിൽ പോലീസ് ലാത്തിവീശി. ഹെൽമറ്റും കല്ലും കൊണ്ട് പരസ്പരം പ്രവർത്തകർ ഏറ്റുമുട്ടി. ഇരുവിഭാഗം പ്രവർത്തകർക്കും പരിക്കേറ്റു. പോലീസ് നടപടിക്കെതിരെ SFI രംഗത്തെത്തി. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് എത്തി പ്രവർത്തകരെ അനുനയിപ്പിച്ചു. MSF നേതാക്കളും സർവകലാശാലയിലെത്തി. സംഘർഷം നീണ്ടതോടെ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജും സ്ഥലത്തെത്തി. UECയെ തട്ടിക്കൊണ്ടുപോയെന്ന MSF ആരോപണം കള്ളമെന്നാരോപിച്ച് SFI വീഡിയോ പുറത്തുവിട്ടു. ഒടുവിൽ ഫലം പുറത്തു വന്നപ്പോൾ തുടർച്ചയായ 26ാം തവണയും കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ SFI നിലനിർത്തി. കാസർഗോഡ്, വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റുകൾ UDSF നേടി. 24 കണ്ണൂർ. അനധികൃതമായി സേവനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ 51 ഡോക്ടേഴ്സിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ഉത്തരവിട്ട് സർക്കാർ. പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കുന്നതിന് താൽപര്യം പ്രകടിപ്പിക്കാത്തവരെയാണ് നീക്കം ചെയ്തത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, വിവരങ്ങൾ. ഉന്മേഷ സർക്കാരിനെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു തീരുമാനമാണ്. ആരോഗ്യ മേഖലയിൽ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ്, അത്തരത്തിൽ ആൾക്ഷാമം കാര്യമായി തന്നെ ഉണ്ട് എന്ന് ഡോക്ടേഴ്സ്, വിവിധ ആരോഗ്യ സംഘടനകളൊക്കെ ഉന്നയിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു സത്വര നടപടി ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതായത് അനധികൃതമായി സർവീസിൽ നിന്ന് വിട്ടുനിന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 51 ഡോക്ടർമാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അത്തരത്തിൽ ഉത്തരവിട്ടതായി വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പലതവണ ഇവർക്ക് അവസരം നൽകിയതായി വ്യക്തമാക്കുന്നുണ്ട്. സർവീസിൽ പ്രവേശിക്കുന്നതിന് എന്നിട്ടും ഇവർ താല്പര്യം പ്രകടിപ്പിക്കാത്തതിനെ തുടർന്നാണ് കർശനമായ നടപടിയിലേക്ക് കടന്നത്. അനധികൃതമായി ജോലിക്ക് ഹാജരാക്കാത്ത ജീവനക്കാരെ കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നതിനും കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും വകുപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. അതുമാത്രമല്ല, ഇത്രയധികം നാളുകൾ ഇവരിങ്ങനെ സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഈ വകുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും കൂടുതൽ ജീവനക്കാർ വകുപ്പിൽ എത്താതിരിക്കുന്നതിന്, അത് സേവന തൽപരരായ ആളുകളെ തടയുന്നതിനും ഇവരുടെ ഈ നടപടി കാരണമായി എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയാണ് ഈ കർശന നടപടി ഉണ്ടായിരിക്കുന്നത്. ശരി, അലക്സ് റഹ്മുദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സാങ്കേതിക സർവകലാശാലയിലെ ഭരണസ്തംഭനവും സാമ്പത്തിക പ്രതിസന്ധിയും തുടരും. വൈസ് ചാൻസലർ വിളിച്ച ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരാനാകാതെ പിരിഞ്ഞു. ഡിജിറ്റൽ സർവകലാശാലയിലെ സ്ഥിരം VC നിയമനത്തിനായി സെർച്ച് കമ്മിറ്റിയിൽ മാറ്റം വരുത്തിയുള്ള കരട് ഓർഡിനൻസ് മന്ത്രിസഭ അംഗീകരിച്ചു. സാങ്കേതിക സർവകലാശാലയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു വൈസ് ചാൻസലർ ഇന്ന് ഫിനാൻസ് കമ്മിറ്റി യോഗം വിളിച്ചത്. 15 പേർ അടങ്ങുന്ന കമ്മിറ്റിയിൽ പങ്കെടുക്കാനെത്തിയത് 4 പേർ മാത്രം. കോറം തികയാത്തതിനാൽ യോഗം നടന്നില്ല. ഇതോടെ ശമ്പളവും പെൻഷനും ഇനിയും വൈകുമെന്ന് ഉറപ്പായി. സർവകലാശാല വാഹനങ്ങൾക്ക് ഇന്ധനം വാങ്ങാൻ പോലും പണമില്ല, ഡ്രൈവറില്ല, വാഹനങ്ങളുടെ ഇൻഷുറൻസും പുതുക്കിയിട്ടില്ല. ചാൻസലർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് വൈസ് ചാൻസലർ K. ശിവപ്രസാദ്. ഇങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങുകളുടെയൊക്കെ എന്താണ് ഫലമുണ്ടായത്, എന്തൊക്കെ നടന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട ചാൻസലറിനെ അറിയിക്കേണ്ടതാണ്. അത് ഇന്ന് തന്നെ അതിൻ്റെ മിനിറ്റ്സ് റിപ്പോർട്ടായിട്ട് കൊടുക്കും. ഇനി അതൊന്ന് സിൻഡിക്കേറ്റിലേക്ക് വെച്ചാൽ സിൻഡിക്കേറ്റിൽ ഒന്ന് പാസ്സാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബോർഡ് ഓഫ് ഗവർണേഴ്സിലേക്ക് പോകും. അതിനുള്ള ശ്രമമാണ് ഇനി അടുത്ത ആഴ്ച നടത്തേണ്ടത്.
കോഴ്സുകൾ വിജയിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് അച്ചടിക്കാൻ പോലും പണം ചെലവഴിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് സർവകലാശാലയ്ക്കിപ്പോൾ. ഡിജിറ്റൽ സർവകലാശാല സ്ഥിരം VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രീതി മാറ്റാൻ സർക്കാർ തീരുമാനിച്ചു. അക്കാദമിക് വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയാകും സെർച്ച് കമ്മിറ്റി. ഇതിന്റെ കരട് ഓർഡിനൻസ് മന്ത്രിസഭ അംഗീകരിച്ചു. 24 തിരുവനന്തപുരം. സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കേണ്ടതില്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. ജാതി അധിക്ഷേപമോ വ്യക്തി അധിക്ഷേപമോ നടത്തിയിട്ടില്ല എന്നാണ് നിയമോപദേശം. അതേസമയം അടൂർ ഗോപാലകൃഷ്ണനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും വനിതാ കമ്മീഷനും വിവിധ സംഘടനകൾ പരാതി നൽകി. KPMS ജനറൽ സെക്രട്ടറി ആലങ്കോട് സുരേന്ദ്രനാണ് DGPക്ക് പരാതി നൽകിയത്. WCC, ദിശ, അന്വേഷി, പെൺകൂട്ട്, വിങ്സ്, നിസ എന്നീ സംഘടനകൾ വനിതാ കമ്മീഷനും പരാതി നൽകി. നോക്കാൻ ചില വാർത്തകൾ ചുരുക്കത്തിൽ. മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഛത്തീസ്ഗഡിൽ CPIയുടെ വൻ പ്രതിഷേധം. നാരായൺപൂരിലെ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന KCBC. വർദ്ധിച്ചുവരുന്ന ന്യൂനപക്ഷ പീഡനങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി KCBC. രാജ്യത്തെ വിമാനത്താവളങ്ങൾക്ക് തീവ്രവാദ ഭീഷണിയുണ്ടെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ മുന്നറിയിപ്പ്. വിമാനത്താവളങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. വെളിച്ചെണ്ണ വില വർധനവ് നിയന്ത്രിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് മന്ത്രി GR അനിൽ. കേരഫെഡിന്റെ ഉൽപ്പന്നം സപ്ലൈകോ വഴി വില കുറച്ചു നൽകും. വയനാട് തിരുനെല്ലിയിൽ മാനുകളുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്കേറ്റത്. അർണപ്പാറ പള്ളിമുക്ക് സ്വദേശി ലക്ഷ്മിക്ക്. കൊല്ലം കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെയും ഭാര്യയെയും കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. മയക്കുമരുന്ന് കേസിൽ പിടിയിലായ അജു മൻസൂറിനെയും ഭാര്യ ബിൻഷിയെയും കണ്ടെത്താനാണ് ലുക്കൌട്ട് നോട്ടീസ്. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. അമേരിക്കയുടെ താരിഫ് ഭീഷണിക്ക് പിന്നാലെ നിർണായക നയതന്ത്ര നീക്കങ്ങളുമായി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31-ന് ചൈനയിൽ സന്ദർശനം നടത്തും. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഈ മാസം 30-ന് ജപ്പാനിലും പ്രധാനമന്ത്രി എത്തും. അതേസമയം നിർണായകമായ ഇന്ത്യ-റഷ്യ പ്രതിരോധ ചർച്ച ഇന്ന് നടക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും റഷ്യൻ പ്രതിനിധികളുമായി മോസ്കോയിലാണ് ചർച്ച. മിസൈൽ പ്രതിരോധ സംവിധാനവും പോർവിമാനങ്ങളും വാങ്ങുന്നതിൽ ചർച്ചയിൽ തീരുമാനമുണ്ടാകും. റഷ്യൻ എണ്ണ ഇനിയും ഇന്ത്യക്ക് വില കുറച്ച് നൽകിയേക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ഈ മാസം പകുതിയോടെ റഷ്യ സന്ദർശിക്കും. തുടർച്ചയായ 3 നിരക്കിളവുകൾക്ക് ശേഷം റിപ്പോ നിരക്ക് നിലനിർത്തി RBI. അമേരിക്കൻ താരിഫ് ഉൾപ്പെടെ രാജ്യാന്തര വിഷയങ്ങൾ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് പഠിച്ച ശേഷമായിരിക്കും അടുത്ത നിരക്കിളവെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the Liquidity Adjustment Facility LAF unchanged at 5.5%. ഭൗമരാഷ്ട്രീയ തർക്കങ്ങളും അമേരിക്കൻ താരിഫ് ഉയർത്തിയ ആശങ്കകളുമുണ്ടെങ്കിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ സ്ഥിരത പുലർത്തുന്നുവെന്ന ആത്മവിശ്വാസം പങ്കുവച്ചാണ് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വാർത്താസമ്മേളനം ആരംഭിച്ചത്. എന്നാലും നിരക്കിളവിനൊരു താൽക്കാലിക അവധി നൽകാൻ തന്നെയാണ് 6-അംഗ ധനനയ കമ്മിറ്റി തീരുമാനിച്ചത്. ആഭ്യന്തര സാഹചര്യങ്ങളും വിലക്കയറ്റം RBI നിശ്ചയിച്ച പരിധിയിൽ തുടരുന്നതും നിരക്കിളവിന് അനുകൂലമെന്ന വിലയിരുത്തലുണ്ടായിരുന്നെങ്കിലും കാത്തിരിക്കാനാണ് കമ്മിറ്റിയുടെ നീക്കം. റിപ്പോ നിരക്ക് 5.5% തുടരും. ഫെബ്രുവരി മുതൽ 3 തവണയായി അടിസ്ഥാന നിരക്കിൽ 1% കുറവ് വരുത്തിയിരുന്നു. 2025-26 വർഷത്തേക്കുള്ള GDP വളർച്ചാ പ്രവചനം 6.5% മാറ്റമില്ലാതെ നിലനിർത്തി. ആദ്യ പാദത്തിൽ 6.5%, രണ്ടാം പാദത്തിൽ 6.7%, മൂന്നാം പാദത്തിൽ 6.6%, നാലാം പാദത്തിൽ 6.3% എന്നിങ്ങനെയാണ് ത്രൈമാസ വളർച്ച പ്രതീക്ഷിക്കുന്നത്. 2026-27 ഒന്നാം പാദത്തിൽ വളർച്ച 6.6% ആയിരിക്കുമെന്നും പ്രവചിക്കുന്നു. 2026 സാമ്പത്തിക വർഷത്തിൽ പണപ്പെരുപ്പം 3.1% ആയിരിക്കുമെന്ന് MPC ചൂണ്ടിക്കാട്ടി. ഇത് മുൻ നിശ്ചയിച്ച 3.7% കുറവാണ്. പ്രഖ്യാപനം വന്നതോടെ ഓഹരി വിപണികൾ നിരാശയിലായി. റേറ്റ് സെൻസിറ്റീവായിട്ടുള്ള ബാങ്കിംഗ്, നോൺ ബാങ്കിംഗ്, ഓട്ടോ ഓഹരികളെല്ലാം നഷ്ടത്തിലാണ്. ബിസിനസ് ഡെസ്ക് 24. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്.
ഇനി പൊതുജനം കഴുതല്ലസ്ത്ര എന്ന പരിപാടി കാണാം. KR ഗോപികൃഷ്ണൻ. നമസ്കാരം.